ഹായ്. അപ്പോൾ ഇനി വെബ്സൈറ്റ് എങ്ങനെ എല്ലാ ഡിവൈസിലും വ്യൂവബിൾ ആയിട്ടുള്ള രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ റെസ്പോൺസീവ് ആക്കി മാറ്റാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് കറൻ്റ്ലി ആസ് യൂഷ്വൽ ഞാൻ റെസ്പോൺസീവ് ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ക്രോമിൽ വന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ വേണ്ടി പറ്റും. ക്രോമിൽ ഇൻസ്പെക്റ്റ് കൊടുക്കുക. സോ ഇവിടെ ഡയമെൻഷൻസ് ഉണ്ടാവും. അതിൽ കുറച്ച് ഡിവൈസസ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ ഞാൻ പിക്സൽ 7 കൺവേർട്ട് ചെയ്ത് നോക്കാം. പിക്സൽ 7 പ്രോപ്പർ വ്യൂവബിൾ ആണ്. അതേപോലെ തന്നെ മറ്റ് ഡിവൈസുകളിൽ എടുത്താൽ ഐപാഡ് എയർ. സോ ഐപാഡ് എയറിലോട്ട് വരുമ്പോൾ ഇത് അത്രത്തോളം ടാബ്ലറ്റ് റെസ്പോൺസീവ് ആക്കിയിട്ടില്ല കറൻ്റ്ലി വെബ്സൈറ്റ്. സോ അതിൻ്റെ കാരണം ഞാൻ ലാസ്റ്റ് പോർഷനിൽ പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി എന്തുകൊണ്ട് നമ്മൾ വെബ്സൈറ്റ്സ് റെസ്പോൺസീവ് ആക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ കുറച്ചൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്നത്തെ സമയത്ത് കറൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസുകളിലുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് സർക്കിളിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിയിലുള്ള ആൾക്കാരെ മൊബൈൽ ഫോൺസ് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ പലതും പല സ്ക്രീൻ സൈസാണ്. ഇനി ലാപ്ടോപ്പിലോട്ട് വരികയാണെങ്കിൽ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ സൈസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് പല ആൾക്കാരുടെ കയ്യിലും. ടാബ്ലറ്റ് ഡിസൈനിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ക്രീൻ സൈസുള്ള ടാബ്ലറ്റ്സ് എന്ന് അവൈലബിൾ ആണ്. അതേപോലെ ഈവൻ ടി വിയിൽ വരെ ഇന്ന് വെബ്സൈറ്റ്സ് ആൾക്കാർ യൂസ് ചെയ്യും. സോ അതിലൊക്കെ വ്യൂവബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വെബ്സൈറ്റ്സിനെ കൺവേർട്ട് ചെയ്താൽ മാത്രമേ യൂസേഴ്സിന് എപ്പോഴും അവർക്ക് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ അത് പ്രോപ്പറായിട്ട് നമ്മൾ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എങ്ങനെയാണ് വെബ്സൈറ്റ് റെസ്പോൺസീവ് ആക്കുന്നത്, അതിന് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളത് ഓൾറെഡി നമ്മൾ ഈ സീരീസിൻ്റെ HTML CSS ചെയ്യുന്ന പാട്ടിൽ പറഞ്ഞു. HTML CSS പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ HTML CSS പ്രിപ്പയർ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഞാൻ ഡെസ്ക്ടോപ്പ് ഡിസൈൻ അതല്ലെങ്കിൽ മൊബൈൽ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഞാൻ എല്ലാ ഡിവൈസിലോട്ടും റെസ്പോൺസീവ് ആക്കാൻ പോകുന്നതാണ്. സോ അങ്ങനത്തെ രീതിയിൽ തന്നെ നിങ്ങൾ HTML CSS സ്ട്രക്ചർ ചെയ്യണം. അപ്പോൾ അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഓൾറെഡി നമ്മൾ അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ ഈ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ വെബ്സൈറ്റിൻ്റെ കോഡ് റെസ്പോൺസീവ് ആക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ റെസ്പോൺസീവ് ആക്കാൻ നമുക്ക് ചെയ്യാനുള്ളത് ഫോൺ സൈസ് ചെറിയ രീതിയിൽ കുറക്കണം. അതേപോലെ തന്നെ ഈ ഫസ്റ്റ് ഹീറോ സെഷനിൽ ഈ രംഗ എന്നുള്ള ഇമേജ് ഈ ഒരു ബ്ലോക്ക് ഒരു ഫ്ലെക്സ് കണ്ടെയ്നറാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ ഇൻലൈനിലായിരിക്കും. നമുക്ക് അതിനെ ഒരു കോളൻ എന്നുള്ള ഡയറക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. റോ എന്നുള്ള രീതിയിൽ അടിയിലായിട്ട് സ്റ്റാക്ക് ചെയ്ത് കാണിക്കണം എന്നുള്ളത് ഫസ്റ്റ് ദിവസമാണ്. നെക്സ്റ്റ് പാർട്ടിലോട്ട് വന്നാലും അതേപോലെ തന്നെ ഈ പോർഷൻസൊക്കെ ഇപ്പോൾ ഒരു 2x2 എന്നുള്ള രീതിയിൽ കാണിച്ചത് സ്റ്റാക്ക് ചെയ്തിട്ട് സിംഗിൾ ലൈനിൽ കാണിക്കണം. അടുത്തതും സ്റ്റാക്ക് ചെയ്തിട്ട് സിംഗിൾ ലൈനിൽ കാണിക്കണം. ഇത്രയും കാര്യം ചെയ്താൽ തന്നെ നമ്മുടെ വെബ്സൈറ്റ് എല്ലാവർക്കും വ്യൂവബിൾ ആയിട്ടുള്ള രീതിയിലോട്ട് മാറും. അപ്പോൾ ഇതിൽ ചെറിയ എക്സെപ്ഷൻ ഉള്ളത്, ഇപ്പോൾ ഇത്രയും ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഡിവൈസിൽ സിംഗിൾ സ്ക്രീനിൽ കാണിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഞാൻ ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ഗോൾഡ് എന്നുള്ള സംഭവത്തിന് ശേഷമുള്ള പോർഷൻ ഞാൻ ഹൈഡ് ചെയ്ത് കളയും മൊബൈൽ ഡിവൈസിലോട്ട് വരുമ്പോൾ. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ചെയ്താൽ, ജസ്റ്റ് ഇത്രയും ചേഞ്ചസ് മാത്രം ചെയ്താൽ നമ്മളെ വെബ്സൈറ്റ് മൊബൈൽ ഡിവൈസിലോട്ട് റെസ്പോൺസീവ് ആക്കി എടുക്കാൻ പറ്റും. സോ അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് മീഡിയ ക്വറീസ് എന്നുള്ളൊരു മെക്കാനിസം ഉണ്ട്. അപ്പോൾ മീഡിയ ക്വറീസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഓൾറെഡി നമ്മൾ CSSൻ്റെ വീഡിയോസിൽ കവർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. സോ ബേസിക്കലി സിൻടാക്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയ ക്വറിയിൽ മാക്സ് വിഡ്ത്ത് 768 പിക്സൽ ആകുന്ന വരെ ഇത്രയും CSS കൂടിയും ഇതിൻ്റെ ഒപ്പം അപ്ലൈ ചെയ്യാമെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഹൈഡ് മൊബൈൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈഡ് മൊബൈൽ എന്നുള്ള ക്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേ നണ്ണാക്കും. ആ ഒരു ഹൈഡ് ചെയ്യേണ്ട സാധനത്തിൻ്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി നണ്ണാക്കുക എന്നുള്ളത് ഹൈഡ് ചെയ്ത് കളയും മൊബൈൽ ഡിവൈസിൽ. നെക്സ്റ്റ് നമ്മൾ ഹെഡറിൽ പാഡിങ് അഡ്ജസ്റ്റ് ചെയ്തു, സെഷൻസിൽ പാഡിങ് അഡ്ജസ്റ്റ് ചെയ്തു, ഫ്ലെക്സ് റാപ്പ് ചെയ്തു. അപ്പോൾ ഫ്ലെക്സ് റാപ്പ് ചെയ്യുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിൽക്കാനുള്ള സ്പേസ് ആ സ്ക്രീൻ സൈസിലില്ലെങ്കിൽ അത് നെക്സ്റ്റ് ലൈനിലോട്ട് അടിയിലോട്ട് വരിക എന്നുള്ളതാണ് ഫ്ലെക്സ് റാപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്. ഡയറക്ഷൻ കോളനാക്കി പാഡിങ് അഡ്ജസ്റ്റ് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്ഷൻ കോളനാക്കി വിഡ്ത്ത് മാർജിൻ അഡ്ജസ്റ്റ് ചെയ്തു, മാക്സ് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തു, ഫോൺ സൈസും ബിറ്റ് കുറച്ചായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇത്രയും ബേസിക്കലി നമ്മൾ സ്പേസിങ് മാത്രം അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കംപ്ലീറ്റ് വെബ്സൈറ്റ് മൊബൈൽ ഡിവൈസിലോട്ട് റെസ്പോൺസീവ് ആയിട്ടുള്ള രീതിയിലോട്ട് മാറ്റാൻ പറ്റി. അപ്പോൾ നിങ്ങളുടെ ഡിവൈസ് നിങ്ങൾ
നിങ്ങളൊരു വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടാണ് അതിൻ്റെ CSSും HTML എഴുതിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ മിനിമൽ കോഡിൽ അത് ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസിലോട്ട് റെസ്പോൺസീവ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതല്ല നിങ്ങൾ ജസ്റ്റ് ഒരു സ്ക്രീൻ സൈസിലോട്ട് മാത്രം എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യുന്ന രീതിയിൽ അത്ര സ്ട്രക്ചേർഡ് അല്ല, അത്ര സ്റ്റാൻഡേർഡ് വേലല്ല നിങ്ങൾ HTML CSSും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര കോഡാണോ നിങ്ങൾ ഒരു ഡിവൈസിന് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് അതേ കോഡ് സൈസിൽ പിന്നെയും നിങ്ങൾ CSS ചെയ്യേണ്ടി വരും നെക്സ്റ്റ് സ്ക്രീൻ സൈസിലുണ്ട്. അപ്പോൾ എപ്പോഴും HTML CSSും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുന്ന വെബ്സൈറ്റ് മാക്സിമം റെസ്പോൺസീവായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ്ലി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കറൻറ്റ്ലി ഈ ചെയ്തിട്ടുള്ള രംഗ വെബ്സൈറ്റ് ടാബ്ലറ്റ് ഡിവൈസുകളിലോട്ട് റെസ്പോൺസീവ് അല്ല. അപ്പോൾ കറൻറ്റ്ലി ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ആ കോഡ് ചെക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ടാബ്ലറ്റിലോട്ട് റെസ്പോൺസീവ് ആക്കി മാറ്റാം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തിട്ട് നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൊന്ന് ഷെയർ ചെയ്യാൻ ട്രൈ ചെയ്യുക. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഡിനോട് ഫെമിലിയറൈസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നമ്മളെന്തായാലും ആൻസർ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് മറ്റൊരു സീരീസുമായിട്ട് കാണാം. അതുവരെ ബൈ.